ഫെമിലിയർ ഫേസസ്, മുഖങ്ങൾ, പരിചയമുള്ള മുഖങ്ങൾ, എന്നാൽ അതുപോലെ തന്നെ അനേക പരിചയമില്ലാത്ത മുഖങ്ങൾ. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഡാഡ പറഞ്ഞതുപോലെ വളരെയധികം വരണമെന്ന് ആഗ്രഹിച്ചു, എന്നാൽ ആ സമയങ്ങളിൽ വരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എന്നെ അയച്ചു, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഇവിടെയുള്ള ദൈവദാസന്മാരും യൂണിറ്റ് ശുശ്രൂഷ കർത്തദാസന്മാരുമായിട്ടൊക്കെ മീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. രണ്ട് കാര്യം ഇവിടെ പറയുന്നു. ദുർദിവസങ്ങളിൽ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കാനാണ്. സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനിടയാകണം. ഹല്ലേലൂയ. പ്രിയ ഡാഡായും ഞങ്ങളുടെ കുടുംബവും ചില ദുർദിവസങ്ങളിലൂടെ കടന്നുപോയി. ആമേൻ. എന്നാൽ ആ ദുർദിവസങ്ങളിൽ ഞങ്ങളോട് ഒരുമിച്ച്, ഞങ്ങളുടെ കുടുംബത്തോട് ഒരുമിച്ച്, നിങ്ങളുടെ പാസ്റ്ററോട് ഒരുമിച്ച്, കുടുംബങ്ങളോട് ഒരുമിച്ച് നിന്ന് പോരാടി അതിന്മേൽ ജയമെടുക്കുവാൻ, അതിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെ ഉപയോഗിച്ചു. അതിന് ഞാൻ ഏറ്റവും നന്ദി പറയുന്നു. കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ആമേൻ. എന്നാൽ അതിൻ്റെ രണ്ടാം ഭാഗം എന്തുവാ? സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കണം. ദുർദിവസത്തിൽ എതിർത്ത് നിന്നതുപോലെ തന്നെ സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഞാൻ വിശ്വസിക്കുന്നു ഡാഡ ഉറച്ചു നിൽക്കാൻ പോവുകയാണ്. ഡാഡ എഴുന്നേറ്റ് നിൽക്കുവാൻ പോവുകയാണ്. എഴുന്നേറ്റ് നടക്കുവാൻ പോവുകയാണ്. അങ്ങനെ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. കുതിച്ചു ചാടി നൃത്തം ചെയ്ത് ആത്മാവിന്റെ ശക്തിയിൽ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിന് വേറെ ഒരു മരുന്നിന്റെ ആവശ്യമില്ല. ദൈവസഭയുടെ പ്രാർത്ഥന മതി. അഭിഷേകത്തിന്റെ ശക്തി മതി. മുഖങ്ങളെ തകർക്കുന്ന അഭിഷേകം വിശ്വാസത്തോടെ വ്യാപരിക്കുമ്പോൾ അല്പസമയം ആദരങ്ങളെ തുറന്ന് എല്ലാ ദൈവങ്ങളും ചേർന്ന് ദുർദിവസനെ എതിർത്ത് നിൽപ്പാൻ, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയണത് ഉയർച്ചു അമ്ര പടകം ചരകം ദരകം പടകം ചാര ഊട ഘടകം ദരകം ചാരകൻ അമ്പേ പ്രബല ചാര ധീര ഘടകം ധാര അന്ത തരകം ചരകം ധാര ധീര ഘടകം ദരകം ചാര ധീര ബാര ഘാര ദൈന ധാര ഹത്ത രഗല ഓ രാബാര ബാല ബാര ബലവര ദനഗല ദനഗര ദൗഡ റബല ശബര പടകം ധാര റീക ദരകം ചരകം ധാരക ലൗഡ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒരിക്കലും ഇവിടെ ദൈവം നന്ദി പറയാം. ഹല്ലേലൂയ. 6 വർഷത്തിന് ശേഷം ദൈവസഭയുമായിട്ട് ഒരുമിച്ച് വന്ന ദൈവത്തെ ആരാധിക്കാനിടയായി. പിശാച് വിചാരിച്ചു ഈ 6 വർഷത്തിനിടയിൽ 6 അടി മണ്ണിനകത്ത് താഴ്ത്താവുന്ന. ഹല്ലേലൂയ. ഞാനിവിടെ വന്നപ്പോൾ കണ്ടതെന്നറിയാമോ? എല്ലായിടത്തും 6 അടി പൊങ്ങി നിൽക്കുക. സഭാഹോളും പൊങ്ങി നിൽക്കുക, വീടും പൊങ്ങി നിൽക്കുക. 6 അടി മണ്ണിനകത്തോട്ടല്ല പോയത്. കർത്താവ് വിചാരിച്ചു അകത്തോട്ട് പോകുവാൻ, താഴോട്ട് പോകുവാനാണ് പിശാച് ഇച്ഛിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ മേളിലോട്ട് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. 6 അടി ഇല്ല. ദൈവം ആത്മാവില് അതിശക്തമായി ദൈവസഭയെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരിക്കൽ കൂടെ കർത്താവ് സ്തുതിച്ചാട്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വി പ്രൈസ് യു, വി വർഷിപ്പ് യു. ഹല്ലേലൂയ. ഞങ്ങളോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പൗലോസ് വചനം തുറന്നപ്പോൾ ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ തുറക്കണമേ. ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾപ്പാൻ ചെവിയുള്ളവരായി, അതനുസരിപ്പാൻ മനസ്സുള്ളവരായി ഞങ്ങളെ നിർത്തിയിരിക്കുന്നതിനായി സ്തോത്രം. 30, 60, 100 മേനി ഫലം കായ്ക്കുന്ന നല്ല നിലങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ. ഞങ്ങളുടെ ഇടയിലെ ദുഷ്ടജന്തുക്കളെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു, ഫൽസിക്കുന്നു, അതിനെ ജയമെടുക്കുകയാണ്.
ഹണ്ടൽ ഘടകല ജന ഇരുട്ടിന്റെ അധികാരികളെ ആയുധവർഗം വെപ്പിച്ച ക്രൂശന്മേൽ ജയോത്സവം കൊണ്ടാടിയ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഈ പകലില് ഇരുളുകളുടെ മേൽ, ഇരുളിന്റെ വ്യാപാരങ്ങളുടെ മേൽ, ഇരുളിന്റെ പ്രവൃത്തികളുടെ മേൽ, ദുഷ്ട പോരുകളുടെ മേൽ, ശത്രുവിന്റെ സകല തന്ത്രങ്ങളുടെ മേൽ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ സകലത്തെ മുദ്രയിടുകയാണ്. അഗ്നി മതിലായി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നതിനായി സ്തോത്രം. മാനമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ഡാഡായോടും അമ്മയോടും ഒരുമിച്ച് നിങ്ങളോട് എല്ലാവരും ചേർന്ന്, വിശേഷാൽ ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന മറ്റ് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, പ്രിയ കൊച്ചുവൻ പാസ്റ്റർ, പ്രിയ റോബിൻസൺ പാസ്റ്റർ, പ്രിയ ബിൽസൺ പാസ്റ്റർ, പ്രിയ എബിസൺ പാസ്റ്റർ, പ്രിയ ലാലച്ചായൻ. ഞാൻ ലാലച്ചായന് ആദ്യത്തെ പാട്ട് നമ്മളിവിടെ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കൊച്ചിലെ ഈ പാട്ട് പാടുന്ന സമയത്ത് ലാലച്ചായൻ ഒരു കൊടിയൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് കർത്താവിനെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ട യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന യൂണിറ്റ് ഉപദേശിമാർ, വർഷിപ്പ് ടീം, മ്യൂസിഷ്യൻസ്, ദൈവം എല്ലാവരെയും ഒരുമിച്ച് ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്ന് പകൽ നിങ്ങളുമായി സംസാരിപ്പാൻ ചില കാര്യങ്ങൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത് പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ ദൈവമക്കൾ ഇരുന്നാട്ട് ഇന്ന് കർത്താവെ അടിയനോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാട്ട്. ഹല്ലേലൂയ. കർത്താവെ, ലോർഡ് സ്പീക്ക് ടു മീ, ഐ നീഡ് ടു ഹിയർ യുവർ വോയിസ്. എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം. ഹല്ലേലൂയ, എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം. മരിച്ചവർ അവന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. മരിച്ചവർ അവന്റെ ശബ്ദം കേൾക്കുകയും, മരണത്തിന്റെ കിടക്കയിലായിരുന്ന സമയത്ത് ഡാഡ പറഞ്ഞ ഒരു ടെസ്റ്റ് പണിയുണ്ട്. ഒരു ശബ്ദം കേട്ടു, ഉണരുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. മരിച്ചവർ അവന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക. ഹല്ലേലൂയ. ഇന്ന് ദൈവ ശബ്ദത്തിനായി നമുക്ക് ദൈവസ്ഥലിൽ അടുത്ത് വരാം. ഇന്ന് പകൽ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നത് ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യമാണ്. 14-15 വാക്യങ്ങൾ. The book of Hosea, chapter number 2, verse number 14 and 15. ഞാൻ വായിക്കുന്നത്, ഞാൻ ഫിലദൽഫിയ ശുശ്രൂഷിക്കുന്ന പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഫിലദൽഫിയയുടെ ഗ്രീറ്റിംഗ്സ് നിങ്ങളെ അറിയിക്കുന്നു. അവിടെയുള്ള ദൈവദാസന്മാരുടെ, അവിടെയുള്ള കുടുംബങ്ങളുടെ പ്രത്യേക അന്വേഷണവും പ്രാർത്ഥനയും, പ്രത്യേകിച്ച് ഈ നാളുകളിലെല്ലാം സഭയോടൊപ്പവും ദൈവദാസന്മാരോട് കുടുംബങ്ങളോടൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അൻസുവും ജോവാനെയും ജോലിനെയും അവരുടെ ഈ പ്രത്യേക ഗ്രീറ്റിംഗ്സ് നിങ്ങളെ അറിയിക്കുന്നു. ദൈവഹിതമായാൽ സ്കൂൾ അടച്ച ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വീണ്ടും വരുവാനിടയായിട്ട് ദൈവമക്കളുടെ വലിയേറെ പ്രാർത്ഥനയും ഞാൻ ചോദിക്കുന്നു. ആമേൻ. അങ്ങനെ പ്രാർത്ഥിക്കാവുന്ന ഉറപ്പുള്ളവരൊന്ന് കൈവക്കി കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. വായിച്ചോ. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഗോർ താഴ്വരയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തിൽ എന്ന പോലെയും അവൾ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാളിലെ എന്ന പോലെയും വിധേയ ആകും. താങ്ക് യു. ഞാൻ അവളെ വശീകരിച്ച്, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞതാണ്, ദൈവം ഇവിടെ ചിലരെ അന്വേഷിക്കുന്നു, ഇവിടെ ചിലരെ നോക്കുകയാണ്. ദൈവദാസം മാത്രമല്ല, ദൈവസഭയും ചില ട്രബിൾസിലൂടെയൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ദൈവം ചിലരെ അന്വേഷിക്കുന്നു. എന്തിനാണെന്നറിയാമോ? വശീകരിച്ച് മരുഭൂമിയിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുവാൻ. ദൈവത്തിന് ഒറ്റയ്ക്ക് ചിലത് കാര്യങ്ങൾ പറയുവാൻ, ഇടപെടുവാൻ, ഹൃദ്യമായി സംസാരിപ്പാൻ. ഹല്ലേലൂയ. അവൻ്റെ ശബ്ദം കേൾക്കുമെങ്കിൽ ജീവൻ അവിടെ വ്യാപരിക്കും. അവൻ്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കും.
ആമേൻ. അവൻ്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കും. ഹൃദ്യമായി ദൈവം നിന്നോട് സംസാരിക്കുകയാണെങ്കിൽ അവിടെ ജീവൻ ഇമ്പാർട്ടഡ് ആകും. ഹല്ലേലൂയ. ജീവൻ ഇമ്പാർട്ടഡ് ആകുക മാത്രമല്ല, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം ഞാൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ദൈവം തൃപ്തിപ്പെടുത്താൻ തുടങ്ങുന്നേ ഉള്ളൂ. നിന്റെ വായ്ക്ക് നന്മ കൊണ്ട്, നിന്റെ വായെ വിസ്താരം തുറക്കുക, എന്നാൽ ഞാൻ അതിനെ നിറയ്ക്കും. നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും. ദൈവം നിന്നോട് ഹൃദ്യമായി സംസാരിക്കുവാൻ തുടങ്ങിയാൽ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും. നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് അവൻ തൃപ്തി വരുത്തും. ഈ ഓയിൽ ഓഫ് ഒലെ എന്ന് പറഞ്ഞാൽ എത്ര പേർക്കറിയാം? ഓയിൽ ഓഫ് ഒലയുടെ ക്രീം ഇട്ട് 7 ഇൻഗ്രീഡിയൻസ് ഉള്ള ക്രീമുണ്ട്. അവർ പറയുന്നത് അത് റിവേഴ്സ് ചെയ്യുന്ന, ചുമ്മാ അത് കളപ്പില്ല. എന്നാലും ഒത്തിരി പേര് അത് വാങ്ങിച്ചിടും. പക്ഷെ അതുകൊണ്ടല്ല റിവേഴ്സേജ് ഉണ്ടാകുന്നത്. അബ്രഹാമിനോട് സാറായോടും ചോദിച്ചാൽ മതി. 90 വയസ്സുള്ള ഒരു അമ്മച്ചിയെ ഒരു രാജാവ് തട്ടിക്കൊണ്ടു പോകണമെങ്കിൽ, അവളുടെ സൗന്ദര്യം കണ്ട്, അവളുടെ ചുറിയുറുക്ക് കണ്ട്, അവളുടെ യുവത്വം കണ്ട് 90-ാം വയസ്സിൽ തട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് എന്തുമാത്രം റിവേഴ്സേജിങ് നടന്നു ആലോചിച്ചേ. ഒറ്റ വർഷം കൊണ്ട് ദൈവം ഇവിടെ ചില അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ പോവുകയാണ്. ഒറ്റ വർഷം കൊണ്ട് ചില റിവേഴ്സ് ഏജിങ് ഇവിടെ നടക്കുവാൻ പോവുകയാണ്. ഒറ്റ വർഷം കൊണ്ട് തീർന്നു പോയി, കഴിഞ്ഞു പോയി എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവം ഒരൊറ്റ വർഷത്തിനകം വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരുവാൻ പോവുകയാണ്. വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഒറ്റ വർഷം കൊണ്ട് ദൈവ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ അവളെ വശീകരിച്ച്, കർത്താവ് നമ്മളെ വശീകരിച്ച് ഹല്ലേലൂയ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഹൃദ്യമായിട്ടൊന്ന് സംസാരിക്കട്ടെ. എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? കർത്താവേ, ഹൃദ്യമായിട്ട് എന്നോട് സംസാരിക്കാൻ. മനുഷ്യ ശബ്ദങ്ങളല്ല, വെറുതെ ഉള്ള വാക്കുകളല്ല, വെറുതെയുള്ള മോഹങ്ങളല്ല, മറിച്ച് നിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. ഹൃദ്യമായി എന്നോടൊന്ന് സംസാരിക്കണം. മാൻപയുടെ വിരൽ പ്രസവിക്കുമാറാക്കുന്ന, വനങ്ങളുടെ തോൽ ഉരിയിക്കുന്ന ആ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. എന്റെ ഹൃദയത്തിൽ ഒന്ന് കേൾക്കണം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായ ആ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. അവിടെ നിന്നോട് സംസാരിക്കണമേ, അവിടെ നിന്നോട് ഇടപെടണമേ. എന്നെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകണമേ, എന്നെ വലിച്ചോണ്ട് പോകണമേ. ഹല്ലേലൂയ. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ വരാം, ഞാൻ ഏകനെങ്കിലും ഞാൻ വരാം. എന്നോട് ഹൃദ്യമായി ഒന്ന് സംസാരിക്കണം. എനിക്കൊരു ഹാർട്ട് ടു ഹാർട്ട് ടോക്ക് വേണം. എനിക്കൊരു ഹാർട്ട് ടു ഹാർട്ട് ടോക്ക്. ഐ എം ടയർഡ് ഓഫ് ഹിയറിംഗ് അതർ വോയിസസ്. മറ്റുള്ളവരുടെ ശബ്ദം കേട്ട് ഞാൻ മടുത്തു. എനിക്ക് ഒരു പുതുമയുമില്ല. അതിലെനിക്ക് നിരാശയുള്ളൂ. എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം. എനിക്ക് ജീവൻ ഉണ്ടാകുന്ന ശബ്ദം കേൾക്കണം. ഹൃദ്യമായി എന്നോട് സംസാരിക്കുന്ന, എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിനക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ എനിക്ക് കേൾക്കാനുണ്ട്. ഹല്ലേലൂയ. ഒരു സ്ത്രീയെ പിടിച്ചോണ്ട് ആളുകളെല്ലാം കൂടെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. കല്ലെറിഞ്ഞു കൊല്ലാൻ മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. യേശു അവിടെ കുനിഞ്ഞിരുന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? നിലത്തെഴുതാൻ തുടങ്ങി. ഹല്ലേലൂയ. ആളുകളെല്ലാം വന്നിട്ട് എന്ത് ചെയ്യുക? കല്ലിട്ടിട്ട് പോവുക. ഒടുവിൽ ആരൊക്കെ ഉണ്ട്? യേശുവുണ്ട്, അവളുമുണ്ട്, ഒരു കൂന കല്ലുമുണ്ട്. ഹല്ലേലൂയ. നിന്നെ എറിയാൻ കല്ലുമായി നിൽക്കുന്നവരുണ്ട് കേട്ടോ. അവർ കല്ലിട്ടേ ചോടിപ്പോണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? എൻ്റെ തമ്പുരാൻ നിലത്തൊന്ന് കുനിഞ്ഞെഴുതാൻ തുടങ്ങിയാ മതി. ഹല്ലേലൂയ. അവൻ എന്താ എഴുതിയെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അവനും അവക്കും മാത്രം കാണാവുന്ന ചില രഹസ്യങ്ങളാണ് അവിടെ എഴുതി വെച്ചത്. അവൻ അവിടെ പറയുന്നത്, നിന്റെ ഡേർട്ടിൽ വന്ന് തൊടാൻ, എൻ്റെ കൈ തൊടാൻ എനിക്ക് അറപ്പില്ല കേട്ടോ, എനിക്ക് മടിയില്ല. ഞാൻ അവിടെ വന്ന ചില പുതിയ കാര്യങ്ങൾ, നിനക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ അവിടെ എഴുതി വെക്കാൻ പോവാ. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാം കല്ലിട്ടേച്ച് പൊക്കോളും. ഹല്ലേലൂയ. മരുഭൂമിയിലേക്ക് വശീകരിച്ചുകൊണ്ട് പോയി ഹൃദ്യമായിട്ട് എന്നോട് സംസാരിക്കുന്ന ദൈവം. അടുത്ത വാക്യത്തിൽ നാം കണ്ടത്,
അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഗോർ താഴ്വരയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തിൽ എന്ന പോലെയും അവൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും വിധേയ ആകും. യൗവന കാലത്തിലെന്ന പോലെ യൗവനം പുതുക്കി വരാൻ പോവാ. കർത്താവ് വീണ്ടും അത് തന്നെ പറയാ, യൗവനത്തിലെ പോലുള്ള ഒരു ദൈവസ്നേഹം, ആദ്യ സ്നേഹം എന്ന് പറയത്തില്ലേ, ആദ്യ സ്നേഹം വിട്ടു കുറഞ്ഞു പോയെന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാൻ ദൈവം ഇടവരാത്ത വണ്ണം ആദ്യ സ്നേഹത്താൽ ദൈവം നിറയ്ക്കാൻ പോവുക, ദൈവസഭയെ നിറയ്ക്കാൻ പോവുക. ഹല്ലേലൂയ. യൗവനത്തിൽ എന്ന പോലെ ദൈവത്തെ സ്തുതിപ്പാൻ, കാരണം നിന്റെ യൗവനം പുതുക്കി വരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവിടെ വെച്ച് കർത്താവ് പറയുന്ന, അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരി തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെയും കൊടുക്കും. ചില നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടങ്ങൾ, യേശുവിന്റെ നാമത്തിൽ നിന്ന് അവകാശമെടുത്തേ. ചില വാഗ്ദത്തങ്ങൾ, ചില ദൂതുകൾ, ചില പ്രവചന ശബ്ദങ്ങൾ, അത് കാലം പോയി, അത് നിവർത്തീകരിച്ചില്ല, അത് നടന്നില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ഒന്ന് പിടിച്ചെടുക്കുവാൻ, അതെ, ദൈവം തരുന്ന മുന്തിരിത്തോട്ടങ്ങൾ എനിക്ക് വേണം, ദൈവം തരുന്ന മുന്തിരിത്തോട്ടങ്ങളുടെ ഫലം എനിക്ക് വേണം, ദൈവം തരുന്ന മുന്തിരിത്തോട്ടങ്ങളുടെ മുന്തിരി വള്ളിയുടെ അനുഭവം എനിക്ക് വേണം. അതെ, എനിക്ക് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കുവാൻ ദൈവം ചിലത് ഈ ദിവസങ്ങളിൽ എന്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ പോകുന്നു. ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെ പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വര. എന്താ ഈ ആഖോർ താഴ്വര? ആഖോർ താഴ്വര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഇസ്രായേൽ മക്കള് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. ആരുടെ നേതൃത്വത്തിൽ? മോശയുടെ നേതൃത്വത്തിൽ. അവർ ചെങ്കടൽ കടന്നു, മരുഭൂമിയിലൂടെ 40 വർഷം കഴിഞ്ഞു. അതിനുശേഷം അവർ വാഗ്ദത്ത ദേശത്തിന്റെ അടുത്തെത്തി. മോശ മാറി അവിടെ യോശുവ അവരെ നയിക്കുവാൻ തുടങ്ങി. യോശുവ 1ാമത്തെ പട്ടണം പിടിച്ചെടുക്കുന്നു. അതിന്റെ പേര്, ആദ്യത്തെ പട്ടണം, പ്രോമിസ് ലാൻഡിലെ ആദ്യത്തെ പട്ടണം. അതിന് ചുറ്റും വലിയ മതിലുകൾ ഉണ്ടായിരുന്നു. അതിന് ചുറ്റും നടന്ന് കുറെ കാലമായി ചുറ്റും നടന്ന ചില മതിലുകൾ താഴെ വീഴാൻ പോവുക. ഹല്ലേലൂയ. ചുറ്റി നടന്ന ചില മതിലുകൾ താഴെ വീണ് ചിലതിനെ പിടിച്ചെടുക്കാൻ നീ പോകുക. മനസ്സിലായോ ഞാൻ പറയുന്നത്? ചില മതിലുകൾ താണ് നിനക്ക് വേണ്ടി ചില പുതിയ ദേശങ്ങളെ, ചില പുതിയ വാഗ്ദത്തങ്ങളെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് നിവർത്തീകരിക്കുവാൻ പോവുകയാണ്. അതിനുശേഷം അവിടെ ചിലത് സംഭവിച്ചു. മതിൽ വീണ് കഴിഞ്ഞ് എന്താ സംഭവിച്ചെന്നറിയാമോ? ആഖാൻ എന്ന ഒരു മനുഷ്യൻ, യഹൂദ ഗോത്രക്കാരായിരുന്നു, വർഷിപ്പ് ടീമായിരുന്നു, യഹൂദ സ്തുതി അതിൽപ്പെട്ടതായിരുന്നു. അവൻ എന്ത് ചെയ്തു? ശബദാർപ്പിതമായിരുന്ന, എടുക്കുവാൻ പാടില്ലാതിരുന്ന, ദൈവം കൽപ്പിച്ചിട്ടില്ലാതിരുന്ന ചില കാര്യങ്ങളെ മോഹിച്ചിട്ട്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെയുള്ള മോഹങ്ങളെ ഇന്ന് കട്ട് ചെയ്ത് കളയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള, നിനക്കല്ലാത്തത്, നിന്റേതല്ലാത്തതിലേക്ക് മോഹിക്കുവാനായി, നിന്നിൽ നിന്ന് മോഹിച്ച് അടിച്ചോണ്ട് പോകുവാനായി നോക്കുന്ന ദുഷ്ട വ്യാപാരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ കട്ട് ചെയ്യുന്നു. സഭയെ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. എടുത്ത് കുഴിച്ചിട്ട് കൂടാരത്തിനകത്ത് വലിയ പട്ടണത്തെ പിടിച്ചു. അതിനുശേഷം ഒരു ചെറിയ പട്ടണമുണ്ട്. എന്താ അതിന്റെ പേര്? ആയി പട്ടണം പിടിക്കാനായിട്ട് ചെന്നു. പക്ഷേ യോശുവ വിചാരിച്ചു ഒത്തിരി പേരെ അയക്കണ്ട, കാരണം ഇത് ചെറിയ പട്ടണമാണ്. വലിയ പട്ടണത്തെ പിടിച്ചെടുക്കാനായി ചെറിയ പട്ടണം പിടിക്കാൻ അത്രയും പേര് വേണ്ട. ഏറ്റവും മിടുക്കരായ 3000 പേരെ വിട്ടു. പക്ഷെ എന്താന്ന് സംഭവിച്ചത്? 26 ചെറുപ്പക്കാർ അന്ന് പാട്ടുപോയി. ചില മാതാപിതാക്കളുടെ തലമുറകളായിരുന്നവർ, ചില പെങ്ങന്മാരുടെ ആങ്ങളമാരായിരുന്നവർ, ചില കുഞ്ഞുങ്ങളുടെ പിതാക്കന്മാരായിരുന്നവർ. ഹല്ലേലൂയ. അവരുടെ പാപം കൊണ്ടല്ല, അവർ ചെയ്ത കാരണങ്ങൾ കൊണ്ടല്ല, മറിച്ച് കൂടാരത്തിനകത്തിരുന്ന് ഒരുത്തൻ ഒളിപ്പിച്ചു വെച്ച ശബദാർപ്പിതം നിമിത്തം അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. നീ ഇന്നസെന്റ് ആയിരുന്നപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളുണ്ടായി. മറ്റുള്ളവർ മുഖാന്തരം ദൈവം അതിനെ നികത്താൻ പോവുകയാണ്, ദൈവം അതിനെ തിരുത്താൻ പോവുകയാണ്, ദൈവം അതിനകത്ത് പുതിയ നന്മകളെ നിനക്ക് വേണ്ടി കൊണ്ടുവരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവൻ
ഒടുവിൽ യോശുവയ്ക്ക് മനസ്സിലായി എന്തോ സംതിങ് ഈസ് റോങ്, എന്തോ കുഴപ്പമുണ്ട്. ഈ ആഖോർ എന്ന വാക്കിൻ്റെ അർത്ഥം ട്രബിൾ എന്ന, ട്രബിൾ, ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ട്രബിൾ. ട്രബിളിൽ കൂടെ പോയിട്ടുണ്ടോ ആരെങ്കിലും? എന്തെങ്കിലും ട്രബിളിലൂടെ? ഹല്ലേലൂയ. അത് ചിലപ്പം ഫിസിക്കലായിരിക്കും, ശാരീരികമായി ചില ട്രബിളുകൾ, മാനസികമായ പിരിമുറുക്കങ്ങൾ, സംഘർഷങ്ങൾ, വൈകാരികമായ ചില വിഷയങ്ങളിൽ ട്രബിളിലൂടെ പോയിട്ടുള്ളവർ. ഇന്ന് ദൈവത്തിന് ചില ദൂത് നിങ്ങളോട് പറയാനുണ്ട്. ആത്മീയ കാര്യങ്ങൾ ചില ട്രബിളിലൂടെ പോയിട്ടുള്ള ദൈവസഭയോട് ദൈവത്തിനൊരു ദൂത് കൈമാറാനുണ്ട്. തലമുറയുള്ള ബന്ധത്തിൽ ചില ട്രബിളിലൂടെ പോയിട്ടുള്ള ദൈവമക്കളോട് ദൈവത്തിന് ഇന്ന് ചിലത് സംസാരിക്കുവാനുണ്ട്. ആഖോർ വാലി, ദ വാലി ഓഫ് ട്രബിൾ, ട്രബിളിന്റെ താഴ്വര. ആ താഴ്വരയിൽ ആഖാനെ കൊണ്ടുവന്നു, അവന്റെ മക്കളെ കൊണ്ടുവന്നു, അവനുള്ള സകലവും കൊണ്ടുവന്നിട്ട് അവിടെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ദൈവത്തിന്റെ ന്യായവിധി അവിടെ വെളിപ്പെട്ടു. ദൈവം പറഞ്ഞതുപോലെ അവരെ കല്ലെറിഞ്ഞ് കൊല്ലുവാനിടയായി. ആ വാലിയുടെ പേരാണ് ആഖോർ വാലി. ആ വാലി ട്രബിൾ. എപ്പോഴും ഇസ്രായേൽ മക്കൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നത് എന്തേ ഉള്ളൂ? അവിടെ ഉണ്ടായ ട്രബിളേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രവചന ദൂതുമായി പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ആ ആഖോർ താഴ്വരയുണ്ടല്ലോ, പ്രതീക്ഷകൾ കൈവിട്ടു പോയ, ട്രബിള് തന്ന, ഹല്ലേലൂയ, തോൽവി തന്ന, പരാജയം തന്ന ആ താഴ്വരയുണ്ടല്ലോ, അതിനെ ദൈവം ഒരു ഡോർ ഓഫ് ഹോപ്പാക്കി മാറ്റുവാൻ പോവുകയാണ്. അവിടെ ഒരു പുതിയ വാതിൽ, ഒരു പ്രത്യാശയുടെ വാതിൽ ദൈവം അതിന്റെ നടുവിൽ നിനക്കായി തുറക്കുവാൻ പോവുകയാണ്. നീ എവിടെ തോറ്റുപോയോ, നീ എവിടെ പരാജയപ്പെട്ടോ, എവിടെ ദുഃഖം അനുഭവിച്ചോ, എവിടെ സങ്കടത്തിലൂടെ കടന്നുപോയോ, എവിടെ ട്രബിളിലൂടെ കടന്നുപോയോ, എന്ന് ട്രബിളിലൂടെ കടന്നുപോയ ദൈവസഭയോട്, ട്രബിളിലൂടെ കടന്നുപോയ ദൈവദാസന്മാരോട്, ട്രബിളിലൂടെ കടന്നുപോയ ദൈവ മക്കളോട്, ട്രബിളിലൂടെ കടന്നുപോയ കുഞ്ഞുങ്ങളോട്, ട്രബിളിലൂടെ കടന്നുപോയ ചില ടീനേജേഴ്സിനോട് ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി സംസാരിക്കുന്നു. ആഖോർ വാലിയെ ദൈവം ഡോർ ഓഫ് ഹോപ്പാക്കി, പ്രത്യാശയുടെ വാതിലാക്കി മാറ്റുവാൻ പോകുന്നു. ഇന്ന് നീ ഏത് താഴ്വരയെ നോക്കിയാണ് ആഖോർ എന്ന് പറയുന്നത്? ഏത് താഴ്വരയെ നോക്കിയാണ് ട്രബിൾ എന്ന് നീ പറയുന്നത്? ഓ റാന്താലാബാ. ഞാനിവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം പറയാം. 18 വർഷമായ കൂനിയായിരുന്ന ഒരു സ്ത്രീ അന്ന് സഭായോഗത്തിന് വെറുതെ കയറി ചെന്നു. അവിടെ പക്ഷെ ഒരാളുണ്ടായിരുന്നു. ആരാന്നറിയാമോ? ഹല്ലേലൂയ. ആ യേശു ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. പാട്ടുകാരൻ പറഞ്ഞ പോലെ യേശു വന്നിട്ടുണ്ട്. എൻ്റെ അവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നോൻ യേശുവേ, യേശു വന്നിട്ടുണ്ട്. എൻ്റെ അവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. എന്നോട് ചേർന്ന് ഒരുമിച്ചൊന്ന് പറയാമോ? യേശു വന്നിട്ടുണ്ട്. എൻ്റെ അവസ്ഥയെ മാറ്റാൻ ഇന്നും ജീവിക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 18 വർഷമായി കൂനിയായി കിടന്ന സ്ത്രീയുടെ കെട്ട് അഴിച്ചുവിട്ട് അവൾക്ക് സൗഖ്യം വരുത്തിയവൻ ഇന്ന് നാളുകളായി കെട്ടപ്പെട്ടിരുന്ന ചില ബന്ധനങ്ങളെ അവൻ അഴിച്ചു മാറ്റുവാൻ പോകുന്നു. കർത്താവിനോട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. കർത്താവിന് ചില ബ്ലോക്കുകൾ നീങ്ങാൻ പോവാന്ന, ചില ബ്ലോക്കുകൾ. അത് നിന്റെ ഹൃദയത്തിലായിരിക്കാം, നിന്റെ രക്തധമനികളിലായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ശരീരമായുള്ള മറ്റേതെങ്കിലും ഭാഗത്തായിരിക്കാം. ചില ബ്ലോക്കുകൾ ഇട്ടിട്ടുണ്ട്. ആ ബ്ലോക്കുകളെ ദൈവം മാറ്റുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില സാമ്പത്തിക സ്രോതസ്സുകളെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് അത് അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. കുടുംബ പ്രശ്നങ്ങൾ ഇട്ടുകൊണ്ട് ബ്ലോക്ക് ഇട്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്ക് വിടുതൽ. തലമുറയുള്ള ബന്ധത്തില് ബ്ലോക്ക് ചെയ്ത് കിടക്കുന്ന വിഷയങ്ങളുടെ മേൽ, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സകലതന ബ്ലോക്കായി കിടക്കുന്ന ലോണുമായി ബന്ധപ്പെട്ട്, വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ ബ്ലോക്കായി കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവം നീക്കുപോക്ക് നൽകുന്നു. ദൈവം വിടുതൽ അയക്കുന്നു യേശുവിന്റെ നാമത്തില്. ആഖോർ താഴ്വരകൾ പ്രത്യാശയുടെ വാതിലുകളാക്കി
വിവാഹങ്ങൾ നടക്കാതെ, വിദേശത്ത് പോകുവാൻ കഴിയാതെ ഒക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഇന്ന് രാവിലെ സമയം ഈ വിശുദ്ധ ആരാധനകള് ആ ബ്ലോക്കുകൾ അഴിഞ്ഞു മാറുന്നത് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. നിന്റെ ആക്കോർ താഴ്വരകൾ പ്രത്യാശയുടെ വാതിലുകളായി മാറട്ടെ. തലമുറയെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്ന തലമുറയെ അടൽ ജന ദരസ്തര ആത്മാവ് തിരിച്ചറിയാൻ ദൈവത്തെ സൂക്ഷിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇവിടെ ചില ബ്ലോക്കുകൾ അഴിക്കുന്നത് വിശ്വാസത്തിന്റെ കണ്ണുകളാൽ നിന്റെ ആക്കോർ താഴ്വരകളെ നോക്കി നീ വിളിച്ചു പറഞ്ഞേ, ഇതൊരു പ്രത്യാശയുടെ വാതിലാകുവാൻ പോവുകയാണ്. ഇതെനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പ്രത്യാശയുടെ വാതിലായി ഈ താഴ്വര മാറും. ഈ താഴ്വര മാറും. ഒരുപക്ഷെ മരണ നിഴലിന്റെ താഴ്വരയിലൂടെ ആയിരിക്കാം നീ കടന്നു പോയത്. നീ ഒരനർത്ഥവും ഭയപ്പെടേണ്ട. അതിനെ പ്രത്യാശയുടെ വാതിലാക്കി ദൈവം മാറ്റുന്നു. ಅಂದ ಖಡಗನ್ ಜರಗನ್ ದರಗನ್ ಜರಗ ದರಗ ಹತ್ತುರ ಧೀರಗರಂದ ಖಡಗನ್ ಜರಗೆ ಹತ್ತುರ ದಾರಗರ നീ ജയിക്കത്തില്ല. നിനക്ക് ജയമില്ല. ഇതിൽ നിനക്ക് ജയമില്ല. ഇതെന്റെ യേശു. യേശു ഇതിനെ മാറ്റുന്നു. യേശു ഇതിൽ മാറ്റം വരുത്തുന്നു. എന്റെ യേശു ഇതിന് മാറ്റം വരുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്തര ജനക റബല. ഹല്ലേലൂയ. ഈ വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, എന്നെ അന്വേഷിച്ചിട്ടുള്ള എൻ്റെ ജനത്തിനായി ഷാരോൻ ആടുകൾക്ക് മേച്ചിൽ പുറവും ആഖോർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടവുമാവും. ദൈവം നമ്മുടെ സഭയെ ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. 1000 കുടുംബങ്ങൾ ക്രിസ്തുവിനെന്നുള്ള ദർശനത്തോടെ ആരംഭിച്ച സഭ, 1000 സുവിശേഷകർ ഇവിടെ നിന്നുള്ള ദർശനത്തോടെ ഹല്ലേലൂയ തുടങ്ങിയ ദൈവദാസന്റെ ഹൃദയത്തില് നമ്മുടെ പാസ്റ്ററുടെ ഉള്ളിൽ ദൈവം കൊടുത്ത ദർശനത്തിൽ അനുസരിച്ച് 1000 കുടുംബങ്ങൾ ക്രിസ്തുവിന്, 1000 സുവിശേഷകർ ഇവിടെ നിന്ന്. അതെ, ഈ ആഖോർ താഴ്വരയിൽ തന്നെ എവിടെ ട്രബിൾ ഉണ്ടായോ അവിടെ തന്നെ കന്നുകാലികളും ആട്ടിൻകൂട്ടവും നിറയുവാൻ പോകുന്നു. ദൈവം ആത്മാക്കളുടെ സഭയെ നിറയ്ക്കുവാൻ പോകുന്നു. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് എത്തപ്പെടുന്നു. വൈകിയാലും അതിനായി തന്നെ കാത്തിരിക്കുക. അത് വരും, നിശ്ചയം. താമസിക്കുകയുമില്ല. താമസിക്കരുത് കർത്താവേ. തിരിച്ചറിയുന്നവർ ഒരിക്കൽ കൂടെ കർത്താവിനെ ആദരങ്ങളെ തുറന്ന് കരങ്ങളെ അടിച്ച് അല്പസമയം അന്യഭാഷകളില് നിങ്ങളുടെ താഴ്വരകൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നത് കണ്ടുകൊണ്ട്, വിശ്വാസത്തിന്റെ കണ്ണുകളാൽ കണ്ടുകൊണ്ട്, ഹല്ലേലൂയ, തലമുറകളുടെ ജീവിതത്തില് ദൈവം വരുത്തുന്ന വ്യത്യാസങ്ങൾ കണ്ടുകൊണ്ട് ദൈവത്തെ അല്പസമയം സ്തുതിക്കാം, ആരാധിക്കാം, അവരുടെ നാമത്തിന് മഹത്വം കരേറ്റാം. ആഖോർ താഴ്വരകളെ റബ ശംബര ഘടകല ദരക റൗഡത്തരക അന്തേര ഘടകൻ ജരകം ബടകം ദരകം ദരക ദരക താരകരന്ത അത്താര ഘടകൻ ദരക. ഇത് അമിച്ചേരി നിവൃത്തിയാകട്ടെ. ഇത് നെടുമ്പുറത്ത് നിവൃത്തിയാകട്ടെ. ഇത് ചാത്തങ്കേരി നിവൃത്തിയാകട്ടെ. ഇത് അടുത്തുവായി നിവൃത്തിയാകട്ടെ. ഇത് തലവടിയിൽ നിവൃത്തിയാകട്ടെ. ഇത് പലച്ചമുട്ടിൽ നിവൃത്തിയാകട്ടെ. ഇത് നിറത്ത് നിവൃത്തിയാകട്ടെ. റബല ശകരം താര അന്തരകലം ബടകൻ ജനകെ ദഗര. വൈക്കത്തിലോ യൂണിറ്റിലോ പൊടിയാടിയിലോ തിരുവല്ലയിലോ എടത്തുവായിലോ ഇത് നിവൃത്തിയാകട്ടെ. ആഖോർ താഴ്വരകളെ ഹല്ലേലൂയ കന്നുകാലികൾ കൊണ്ട് ആടുമാടുകൾ കൊണ്ട് നിറയപ്പെടുവാൻ പോകട്ടെ, നിറയപ്പെടുവാൻ ആകട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹപ്പെട്ട നല്ല സമയത്തിനായ സ്തോത്രം. അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചതിനായ സ്തോത്രം. ഈ വചനം നിവൃത്തീകരിക്കുവാൻ, ഹല്ലേലൂയ, അതിനുവേണ്ടി ജാഗരിപ്പാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾ കടന്നുപോയ ചില ആഖോർ താഴ്വരകൾക്ക്
ഇന്ന് ദൈവം വരുത്തിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാൽ ദൈവം വരുത്തിയിരിക്കുന്ന വ്യത്യാസങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. സകലമാനം മഹത്വസ്തുതിയും ആരാധനയും ഞങ്ങൾ ദൈവനാമത്തിൽ അർപ്പിക്കുന്നു. തുടർന്ന് ഞങ്ങളോട് ഹൃദ്യമായി തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നാട്ട് അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇത്ര സമയം അനുവദിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു.